അരി നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കഴിപ്പാണ്. നമ്മളത് നെല്ലെടുത്ത് ഭയങ്കര പ്രോസസ്സിംഗ് ഉള്ള ഒരു സംഭവമാണ്, ഉണക്കി അല്ലെ, ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ താങ്കളിപ്പോ പറഞ്ഞൊരു പ്രോസസ് വെച്ച് നോക്കുമ്പോൾ സത്യം നാച്ചുറലി കഴിക്കേണ്ട ഒരു സാധനം പോലെ തോന്നുന്നില്ല. അങ്ങനെയല്ല അത് നാച്ചുറലി നമ്മുടെ, പക്ഷെ നമ്മളത് 3 നേരവും നമ്മൾ അതാണ്. ഇപ്പൊ പുട്ടായാലും ദോശയായാലും അപ്പായാലും ചോറായാലും എല്ലാത്തിന്റെ അകത്തും അരിയാണ് ബേസിക് ആയിട്ട്. അത് നമ്മൾ ഭയങ്കര സ്റ്റേപ്പിൾ ഫുഡായിട്ട് കഴിക്കുന്നു, വയറ് നിറച്ച് കഴിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു അഡിക്ഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇന്ന് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ജങ്ക് ഫുഡൊക്കെ നിർത്തി പഴയ ചോറും ചപ്പാത്തി, പഴയ അല്ല, ചോറിന് ഒത്തിരി പഴക്കമില്ല, അതാണ് പ്രശ്നം. നമ്മള് പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ. അരി നമ്മള് ഇൻഡസ്ട്രിയൽ ഫാമിങ് തുടങ്ങുകയും പിന്നെ ട്രേഡിങ് ഇത്രയും സുഗമമാവുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് അരി നമുക്ക് ഇത്രയും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭക്ഷണമായിട്ട് മാറുന്നത്. പിന്നെ ഗവൺമെന്റിനൊക്കെ അത് സപ്ലൈ ചെയ്യാനും സൂക്ഷിച്ചു വെക്കബിലിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്. ഫുഡ് സെക്യൂരിറ്റി.